ദൈവവിളിയുടെ ആഴങ്ങൾ തേടിയുള്ള ഗ്രീൻ റൂമിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് കൊല്ലം കുണ്ടറയിലുള്ള ഡൊമിനിക്കൻ സഹോദരിമാരുടെ സാന്റാ മരിയ മിണ്ടാമഠത്തിലാണ്. ഇവിടെ നമ്മോടൊപ്പം ഡൊമിനിക്കൻ സ്പിരിച്വാലിറ്റിയെ പറ്റി പറയാനായിട്ട് ഒരു ഡൊമിനിക്കൻ വൈദികനും ഉണ്ട്. ഒപ്പം ഈ മഠത്തിലെ ഏതാനും സിസ്റ്റർമാരെയും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. സ്ഥിരീകരിക്കട്ടെ. അച്ഛൻ നമുക്കൊന്ന് പരിചയപ്പെട്ട് തുടങ്ങാം. അപ്പോൾ അച്ഛനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അച്ഛൻ എൻ്റെ പേര് ഫാദർ സുനിൽ ജോസ് ചിറ്റയടത്ത്, വീട് കാസർഗോഡാണ്, കടുമേനി എന്ന ഇടവകയിൽ. ഞാൻ ഡൊമിനിക്കനാണ്, ഒരു ഡൊമിനിക്കൻ അച്ഛൻ. 2008 ആണ് പട്ടം സ്വീകരിച്ച് വൈദികനായി. ഇപ്പോൾ 15 വർഷത്തോളമായി. ഈ ഡൊമിനിക്കൻ സഭയെ പറ്റി ഞങ്ങൾ കേട്ടിരിക്കുന്നത് ഈ ജപമാലയൊക്കെ കൊടുത്തത് വിശുദ്ധ ഡൊമിനിക്കിനാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയുള്ളൂ. അപ്പോൾ ഡൊമിനിക്കൻ സഭയെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. 13-ാം നൂറ്റാണ്ടിലാണ് ഡൊമിനിക്കൻ സഭ ആരംഭിക്കുന്നത്. വിശുദ്ധ ഡൊമിനിക്ക് ആരംഭിച്ച സഭാ സമൂഹമാണ് ഡൊമിനിക്കൻ സഭ. അതുവരെ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ മെത്രാന്മാർക്ക് മാത്രമേ വചനപ്രഘോഷണത്തിനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഈ ഡൊമിനിക്കൻ സഭ ആരംഭിച്ചതിന് ശേഷമാണ് വൈദികർക്ക് വചനപ്രഘോഷണത്തിനുള്ള അനുവാദം ലഭിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് അൽബിജൻസ്യൻ പാഷണ്ഡതയ്ക്കെതിരെ പോരാടിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക്ക്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാലയൊക്കെ നൽകുന്നത്. ഞങ്ങൾ ഈ വരിക്കുന്ന ജപമാലയ്ക്ക് അതിൻ്റെ ഒരു കാരണമാണ്. പരിശുദ്ധ അമ്മയിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ജപമാല ഭക്തി പ്രചരിപ്പിക്കുവാനും പിന്നെ ഈ ജപമാലയിലൂടെ അനേക ആത്മാക്കളെ നേടിയെടുക്കുവാനും വിശുദ്ധ ഡൊമിനിക്കിന് ഏകദേശം 10 വർഷത്തോളം അദ്ദേഹം പരിശ്രമിച്ച് ഏകദേശം 1 ലക്ഷത്തോളം ഈ പാഷണ്ഡതക്കാർ തിരിച്ച് നമ്മുടെ തിരുസഭയിലേക്ക് കൊണ്ടുവന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ എവിടെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത്? കഴിഞ്ഞ ഞങ്ങൾ 5 മാസമായിട്ട് ഞങ്ങളിവിടെ കൊല്ലത്താണുള്ളത്. ഇവിടുത്തെ പിതാവ് ഞങ്ങളെ ക്ഷണിച്ചതിന് മൂലം ഞങ്ങളിങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഈ കേരളത്തിന് പുറത്തായിരുന്നു വർക്ക് ചെയ്തെല്ലാം. മംഗലാപുരത്തും ഗോവയിലും ഡൽഹിയിലൊക്കെ ആയിരുന്നു. ഡൊമിനിക്കൻ സഭയുടെ ഒരു കണക്ഷനുണ്ട് ഇവിടെ കൊല്ലത്ത്. വെച്ചാൽ കൊല്ലത്തെ ആദ്യത്തെ പിതാവ് ഒരു ഡൊമിനിക്കൻ ആയിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് കുറേ വിശുദ്ധരുണ്ട് ഡൊമിനിക്കൻ സഭയിൽ. വിശുദ്ധ കാതറിൻ ഓഫ് സിയന്ന. അതെ, ഡൊമിനിക്കൻ സഭയിൽ ഏകദേശം 70ഓളം വിശുദ്ധരുണ്ട്. 300 പരം വാഴ്ത്തപ്പെട്ടവരുണ്ട്. അപ്പം ഡൊമിനിക്കൻ സഭയിലെ പ്രശസ്തരാണ് ഈ മാർട്ടിൻ ഡി പോറസും തോമസ് അക്വൈനസും കാതറിൻ ഓഫ് സിയന്ന ഇങ്ങനെയുള്ള വിശുദ്ധരൊക്കെ ഡൊമിനിക്കൻ സഭയ്ക്ക് നൽകിയ സമ്മാനങ്ങളാണ്. പണ്ഡിത സമൂഹം എന്ന് പറയാവുന്ന ഒരു അച്ഛൻ ഞങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു സംഗതിയാണ് അച്ഛൻ്റെ നീണ്ടു കിടക്കുന്ന ഈ ജപമാല. അച്ഛൻ എങ്ങനെയാ ജപമാല ഒരു ഭക്തനാണോ? തീർച്ചയായിട്ടും. ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഓരോ കുടുംബ പ്രാർത്ഥനയിലും ഞങ്ങൾ ജപമാല ചൊല്ലാറുണ്ടായിരുന്നു. പിന്നെ ജപമാലയുടെ ആരംഭത്തെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ സഭയിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഡൊമിനിക്കൻ സഭയിൽ നിന്നാണ് ഈ ജപമാല ഭക്തി ആരംഭിച്ചതെന്ന്. അപ്പോൾ തൊട്ട് എനിക്ക് പരിശുദ്ധ അമ്മയോട് പ്രത്യേക സ്നേഹവും ഒക്കെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ വൈദികനായതിനു ശേഷം ജപമാല ചൊല്ലുന്നതിന് എനിക്കൊരു മടുപ്പുമില്ല. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും പറ്റുന്ന സമയങ്ങളിലൊക്കെ ജപമാല ചൊല്ലും. യാത്ര ചെയ്യുമ്പോഴും അല്ലാതെ ഒരു ദിവസമെങ്കിലും ഒരു 4 എണ്ണമെങ്കിലും ചൊല്ലിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ അച്ഛാ, മാതാവാണ് അച്ഛൻ്റെ ഈ ദൈവവിളി അല്ലെങ്കിൽ ഈ ഒരു വിളി തിരിച്ചറിയാൻ ഉണ്ടായ ആ ഒരു സാഹചര്യം ഒന്ന്? ഓക്കെ, ഞാൻ ചെറുപ്പത്തിൽ വൈദികനാണെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അച്ഛന്മാരുടെ കുടുംബം കുപ്പായൊക്കെ കാണുമ്പോൾ സെമിനാരി പോകണം, അച്ഛനാവണം എന്നൊക്കെ വീട്ടിൽ അമ്മയോട് പറയുമായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും എന്നെ നിരുത്സാഹപ്പെടുത്തുന്നത് വെച്ചാൽ അച്ഛനാണെങ്കിൽ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നിൻ്റെ അമ്മാവനും അച്ഛനാകാൻ പോയി, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പം നീ സെമിനാരിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നമാകരുത്. അതുകൊണ്ട് നീ നന്നായിട്ട് പഠിച്ചാൽ നീ സെമിനാരിൽ പോകുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞു അന്ന് കാലം. പിന്നീട് ഞാൻ യൗവനത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ആ ഉത്സാഹമൊക്കെ അങ്ങ് പോയി. പിന്നെ ലോകത്തിൻ്റെതായ ചിന്തകളായി. പിന്നെ എനിക്ക് വന്നത് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ടീൻസിൻ്റെ റിട്രീറ്റിൽ അവിടെ ഈശോ എന്നെ ആത്മാർത്ഥമായിട്ട് എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി.
നിന്നെ എനിക്ക് വേണം, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ എന്തും തരും, എൻ്റെ ജീവിതം തന്നെ നിനക്ക് തന്നതാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് കുഞ്ഞ് ഒരു ശബ്ദം ഞാൻ കേട്ടു ഇങ്ങനെ ചെറിയ റിട്രീറ്റിൽ. പക്ഷേ എനിക്ക് ഒത്തിരി അപകർഷതാബോധമുള്ള ഒരു പയ്യനായിരുന്നു. എന്നുവെച്ചാൽ ചേട്ടൻ നന്നായിട്ട് പഠിക്കും, ഞാൻ നന്നായിട്ട് പഠിക്കുന്നില്ല. 8ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്ന ഒരു പരീക്ഷയ്ക്ക്, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഞാൻ 0 മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പനും അമ്മയും പറയും, നിൻ്റെ ചേട്ടൻ നന്നായിട്ട് പഠിക്കും, നീ ഇങ്ങനെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമൂഹത്തിലൊരു നാണക്കേടായിരിക്കും, അതുകൊണ്ട് പഠിക്കണം. പക്ഷേ 10ാം ക്ലാസ് ഞാൻ ഏകദേശം 2nd ക്ലാസ് മാർക്കോടെ പാസ്സായി. അതിനുശേഷം ഞാൻ സെമിനാരിൽ ചേരാനായിട്ട് അമ്മയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ചെറിയ പയ്യനാണ്. പിന്നെ മറ്റുള്ളവരും പിന്നെ എൻ്റെ വേദപാഠ അധ്യാപകരൊക്കെ പറഞ്ഞു, നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നീ ചെറിയ പയ്യനാണ്, നീ 12 അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇത് പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ ഈ പ്രീ ഡിഗ്രിയുടെ സമയത്താണ് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയത്. അങ്ങനെ 1997 ഞാൻ സെമിനാരി ചേരുകയാണ്. സെമിനാരി കയറിയ ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ അത്ര എളുപ്പമായിരുന്നു? കാരണം പഠനം ഒരു ഇതാണല്ലോ. അതെ, ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു, ഒരു പരീക്ഷണത്തിൻ്റെ സമയമായിരുന്നു. ഞാൻ സെമിനാരി ചേരുമ്പോൾ, ഞാൻ പരീക്ഷ എഴുതിയിട്ടാണ് സെമിനാരി ചേരുന്നത്. സെമിനാരി ചെന്ന് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഞാൻ തോറ്റു. ഇപ്പോൾ ഡൊമിനിക്കൻ സഭയുടെ പ്രത്യേകത, ഞങ്ങൾ പഠനത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ 4 പില്ലേഴ്സ് എന്ന് പറയുന്നത് പഠനവും, പ്രാർത്ഥനയും, കമ്മ്യൂണിറ്റി ലൈഫും, പ്രീച്ചിങ്ങുമാണ്. അങ്ങനെ ഞാൻ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണ്. ആ രാത്രിയിൽ എനിക്ക് ഞാൻ തോറ്റുപോയല്ലോ, അതുകൊണ്ട് എനിക്കിനി തിരിച്ച് സെമിനാരിൽ ചേരാൻ പറ്റിയല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ അന്ന് എൻ്റെ റെക്ടർ അച്ഛൻ പ്രസാദ് ജോർജ് അച്ഛൻ, ഇപ്പോഴത്തെ ഞങ്ങൾ പ്രൊവിൻഷ്യൽ, അദ്ദേഹം പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്കൊരു ചാൻസും കൂടെ തരാം. അങ്ങനെ വീണ്ടും എനിക്കൊരു ചാൻസ് കൂടെ തന്നു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി, വീണ്ടും തോറ്റു. അപ്പോൾ ഞാൻ രണ്ടാമതും തോറ്റു. അപ്പം ഞാനോർത്തു ഇത് അവസാനമാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ചിന്തിക്കുന്നതിൽ ഒക്കെ ഉപരിയായിട്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഇതാണ് അവസാനം, എൻ്റെ ദൈവവിളിയുടെ അവസാനമാണ്, എനിക്ക് വീട്ടിൽ പോകേണ്ടി വരും. പക്ഷേ വീണ്ടും ദൈവം ഇടപെട്ടു. എൻ്റെ അധികാരികളിലൂടെ ഇടപെട്ട് എനിക്ക് വീണ്ടും ഒരു ചാൻസ് തരികയാണ്. അങ്ങനെ ഞാൻ വീണ്ടും പരീക്ഷ എഴുതി പാസ്സായി. എനിക്ക് പക്ഷേ 1 വർഷം കൂടെ സെമിനാരിൽ നിൽക്കേണ്ടി വന്നു എൻ്റെ പോസ്റ്റലൻസിയിൽ. പക്ഷേ ആ ദൈവം എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചത് ആ വർഷമാണ്. എളിമപ്പെടാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും, നീ ഇങ്ങനെ അപകർഷതാബോധത്തിൽ ജീവിക്കേണ്ടവനല്ല, നിനക്ക് ഒത്തിരി കഴിവുകൾ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ ദൈവം എന്നെ പഠിപ്പിച്ചു തന്നത് ആ 2ാം വർഷമായിരുന്നു. അച്ഛാ, ദൈവം എങ്ങനെ ഇടപെട്ട ആ ഒരു കറക്റ്റ് ഇൻസിഡൻ്റ് ഒന്ന് പറയാമോ? ദൈവം എന്നിൽ ഇടപെട്ടതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രത്യേക ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത്, എന്നെ കൂടുതലായി സ്പർശിച്ചത് എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു സൗഖ്യമാണ്. അമ്മ ഒരു ഹൃദ്രോഗിയായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ സെമിനാരി ചേരുന്നതിന് 1 വർഷം മുമ്പ് പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു അസുഖം വരികയും, ECGയിലൊക്കെ വളരെ വേരിയേഷനൊക്കെ കാണിച്ചപ്പം, അപ്പോൾ എൻ്റെ വികാരിയച്ഛൻ എന്ന് ഫാദർ ആൻഡ്രൂസ് തെക്കലച്ചൻ പറഞ്ഞു, അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ കൊണ്ടുപോകാം അമ്മയെ, അവിടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അയലോക്കത്തെ ഒരു അമ്മച്ചയും കൂട്ടി അമ്മ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ വരികയാണ്. അവിടെ പരിശുദ്ധ കുർബാനയിലോ അല്ലെങ്കിൽ ധ്യാന പ്രസംഗങ്ങളിലോ ഒക്കെ സംബന്ധിക്കാൻ പറ്റാത്ത വിധം അത്രമാത്രം രോഗിയായിരുന്നു അമ്മ. പക്ഷേ ഒരു ദിവസം, എനിക്ക് തോന്നുന്നു 4ാമത്തെ ദിവസം, ധ്യാനത്തിന് 4ാമത്തെ ദിവസം പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ അമ്മയ്ക്ക് പ്രത്യേക അനുഭവം ഉണ്ടായി. പനക്കിലച്ചൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം അമ്മയ്ക്ക് പ്രത്യേക അനുഭവം ഉണ്ടായി. അവിടെ വെച്ച് ദൈവം അത്ഭുതകരമായിട്ട് അമ്മയെ സൗഖ്യപ്പെടുത്തിയായി. ഇപ്പോൾ 25 വർഷത്തോളം കഴിഞ്ഞു. നമുക്കിപ്പോൾ ഹൃദയത്തെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല കഴിഞ്ഞ 25 വർഷമായിട്ട്. അതൊരു എൻ്റെ ഒരു ഫെയ്ത്ത് അവൈക്കനിങ് ടൈമായിരുന്നു. അതിലൂടെ എനിക്ക് തോന്നുന്ന എൻ്റെ വിശ്വാസവും വർദ്ധിക്കുകയും നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നും ഏത് തലത്തിലാണെങ്കിലും ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുമെന്നൊക്കെ ഉള്ളൊരു വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നു. അതെനിക്ക് വൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ദൈവം തന്ന വിളിയിലേക്ക് ഒന്നുകൂടെ ചെവി ഓർക്കുവാനുള്ളൊരു സമയം കൂടെ ആയിരുന്നു. ചുരുക്കത്തിൽ ദൈവം നല്ല ഒരു രീതിയിൽ കുടഞ്ഞെടുത്തിട്ടുണ്ട് അച്ഛനെ. അതെ, തീർച്ചയായും ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ എല്ലാം ഒരു വലിയ ദൈവാനുഭവവും അത്ഭുതവും ഒക്കെ നടന്നൊരു കുടുംബമാണ് അച്ഛൻ്റേത്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷമുണ്ട് ആദ്യമായിട്ടൊരു വൈദികൻ. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ എൻ്റെ കുടുംബം കണക്കാക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മയും അപ്പനും ഇന്നും പ്രാർത്ഥനയുടെ ജീവിതം ജീവിച്ച ഒരു അപ്പനും അമ്മയാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും വീട്ടിൽ
കുടുംബ പ്രാർത്ഥന ഇല്ലാതെ ഇരുന്ന ദിവസങ്ങളില്ല. എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പനും അമ്മയും കൃഷിക്കാരാണ്, പക്ഷേ മടുത്താലും ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലിയിട്ട് കിടന്നുറങ്ങാറില്ലായിരുന്നു. അത് തന്നെ ഞങ്ങൾക്കൊരു ആത്മീയ ഉന്മേഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഡെയിലി ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്ന കാര്യങ്ങളും സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഞായറാഴ്ച ഒരിക്കലും മിസ്സാകില്ല. വേദപാഠം ഞാൻ ഒരിക്കലും മിസ്സാക്കിയിട്ടില്ല. അങ്ങനെ എല്ലാ വർഷവും എനിക്ക് സമ്മാനം കിട്ടുമായിരുന്നു. വേദപാഠ ക്ലാസ് മിസ്സാകാതിരിക്കുന്നുള്ളൂ. ഒരു പ്രാവശ്യം അങ്ങനെ മിസ്സായിപ്പോയി. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. എന്നുവെച്ചാൽ എനിക്ക് പനി പിടിച്ചതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അച്ഛൻ GC യൂത്തിൻ്റെ ഭാഗമായിരുന്നെന്ന് കേട്ടിരുന്നു ഞാൻ. അതെ. ഞാൻ GC യൂത്തിലേക്ക് കടന്നു വരുന്നത് സെമിനാരി കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ അച്ഛൻ ഫാദർ ജോർജ് കുമ്പളമൂട്ടിൽ അച്ഛൻ ആണ് ഞങ്ങളെ GC യൂത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ പിന്നെ നമ്മുടെ കൊല്ലത്തുള്ള ഷാജി അന്ന് ഫുൾ ടൈമറായിട്ട് നാഗ്പൂർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരിലൊക്കെ മുഖാന്തരമാണ് ഞാൻ GC യൂത്തിലേക്ക് വരുന്നത്. അങ്ങനെ 12ാം ബാച്ച് ഫുൾ ടൈമറായിട്ട് ഫുൾ ടൈമർ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഞാൻ മിഷന് വേണ്ടിയിട്ട് മധ്യപ്രദേശിൽ പോകുമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ വൈദികനായതിനു ശേഷം വീണ്ടും GC യൂത്തിൽ ആക്റ്റീവായി. അതായത് 2011 GC യൂത്തിൻ്റെ നഴ്സസ് മിനിസ്ട്രിയുടെ ചാപ്പലിനായിട്ട് ഏറ്റെടുത്തു. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട്. മിഷൻ നഴ്സസ് മിനിസ്ട്രിയുടെ ചാപ്പലിനാണ്. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് മിനിസ്ട്രി ഒക്കെ ഒന്ന് പറയാമോ? ഇപ്പം ഞങ്ങൾ പ്രൊവിൻഷ്യൽ അച്ഛനും ടീമും ഞങ്ങളെ കൊല്ലത്തേക്ക് അയച്ചിരിക്കുകയാണ് ഇവിടുത്തെ മിഷൻ പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ. പ്രത്യേകിച്ച് ഇവിടെ നമുക്കൊരു മിഷന് പോസിബിലിറ്റിയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രീച്ചിങ് മിഷനാണല്ലോ. പിന്നെ വേറൊരു കാര്യം ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഇവിടുത്തെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സാണ് ഇവിടെ. കണ്ടംപ്ലേറ്റീവ് ഡാൻസ് മിണ്ടാവളം എന്നൊക്കെ പറയുന്ന മിനി പരിചയപ്പെടാൻ പോകുന്ന, അതെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സിസ്റ്റേഴ്സ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സിനെയാണ് വിശുദ്ധ ഡൊമിനിക് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത്, അച്ഛന്മാർക്ക് മുമ്പ്. അതായത് 1206 ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന് 1216 ഞങ്ങളുടെ. അപ്പോൾ 10 വർഷത്തിന് ശേഷമാണ് ഡൊമിനിക്കൻ അച്ഛന്മാരെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന് മുമ്പായിട്ട് സിസ്റ്റേഴ്സിനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ അവരുടെ സ്പിരിച്വൽ നീഡൊക്കെ അതിന് വേണ്ടിയൊക്കെയാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും ഫാദർ ഷിജൂത്ത് ഫ്രാൻസിസ് അച്ഛനും കൂടെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവരെ ഡെയിലി അവരെ കുർബാനയ്ക്കൊക്കെ അവരെ കുർബാന ചൊല്ലി സഹായിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കുമ്പസാരം അങ്ങനെയുള്ള ആധ്യാത്മികമായുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവരെ സഹായിക്കാനൊക്കെ ആയിട്ടാണ് ഞങ്ങളെ കൊല്ലത്തേക്ക് അയച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി. തീർച്ചയായിട്ടും നമുക്ക് സിസ്റ്റേഴ്സിനെ പരിചയപ്പെടാം. അവരെ പരിചയപ്പെടുന്ന നല്ലൊരു കാര്യമായിരിക്കും. വെച്ചാൽ ഇവർ മറ്റുള്ള കോൺഗ്രിഗേഷൻസൊക്കെ ഡിഫറെൻ്റ് ആണ്. ദേ ആർ ക്ലോയിസ്റ്റഡ് നൺസ്. സോ ദേ ഡോണ്ട് ഗോ ഔട്ട് ഓഫ്, അവർ ഈ ഫെസിലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകാറില്ല. മോസ്റ്റ്ലി ഇവിടെ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സാണ്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഡൊമിനിക്കൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രീച്ചിങ് മിഷനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരുടെ പ്രാർത്ഥന മൂലമാണ് ഞങ്ങൾ സർവൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവരെ പരിചയപ്പെടണം. യെസ്, വളരെ സന്തോഷം അച്ഛനെ കാണാൻ പറ്റിയാലും അച്ഛനെ പരിചയപ്പെടാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെല്ലാവരും സേവ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഡൊമിനിക്കൻ സഭയിലെ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റിലെ ഒരു അംഗമായ സിസ്റ്റർ മേഴ്സിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ സിസ്റ്ററിൻ്റെ വിശേഷങ്ങളും മഠത്തിലെ ദൈവാനുഭവങ്ങളും എല്ലാം നമുക്ക് സിസ്റ്ററിൽ നിന്ന് തന്നെ കൂടുതൽ അറിയാം. സിസ്റ്ററെ, ഈശ്വര വിശേഷിക്കും സിസ്റ്റർ എന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് മേഴ്സി. ഞാൻ ആലപ്പുഴ രൂപതയിൽ ചെത്തി എന്ന് പറയുന്ന ഒരു ഇടവക സമൂഹത്തിലെ ഒരംഗമാണ്. അപ്പച്ചനും അമ്മച്ചിയും 6 മക്കളടങ്ങുന്ന കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഏറ്റവും ഇളയതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് 2002 ഞാൻ കോൺവെൻറ്റിൽ ജോയിൻ ചെയ്യണത്. ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞതാണ്. എന്നായിരുന്നു ഫൈനൽ പ്രൊഫഷൻ? 2010. സിസ്റ്റർ ഇവിടെ വന്നിട്ട് ഏകദേശം 20 വർഷത്തോളമായി. സിസ്റ്റർ ഇവിടെ തന്നെ ആയിരുന്നോ? ഇവിടെ തന്നെയായിരുന്നു. അതായത് ഫോർമേഷനിൽ ഞങ്ങൾക്ക് 4 വർഷം സ്പെയിനിലാണ്. ഞങ്ങളുടെ ഇന്ത്യയിലെ ആദ്യത്തെ കോൺവെന്റാണ്. സിസ്റ്ററെ, ഈ മിണ്ടാമടം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര
ഒരു അസാധാരണത്വം ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അതായത് നിങ്ങൾ ഫുൾ ടൈം പ്രെയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫ് നീങ്ങുന്നത്. പുറത്തോട്ട് അങ്ങനെ അധികം പോകാറില്ല. പൊതുജനമായിട്ട് നിങ്ങൾക്ക് അത്ര മിങ്കിളിങ് ഇല്ല. അതായത് ആക്റ്റീവ് ലൈഫല്ല നിങ്ങളേത്. അപ്പോൾ അതിലോട്ടുള്ളൊരു വൊക്കേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ലൊരു ഞങ്ങൾക്ക് കേൾക്കാൻ ഒരുപാട് താല്പര്യമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ സിസ്റ്റർ ഒന്ന് പറയാമോ? അതായത് ഞാൻ 19-ാമത്തെ വയസ്സിലാണ് കോൺവെൻറ്റിൽ ചേരുന്നത്. പക്ഷേ എനിക്ക് മിണ്ടാമടത്തെക്കുറിച്ച് കൂടുതൽ അറിയത്തൊന്നുമില്ലായിരുന്നു. നമ്മൾ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് മിണ്ടാമടം, അവിടുത്തെ സിസ്റ്റർമാരെങ്ങനെയാണ്. പിന്നെ ഇത് ആദ്യത്തെ ഒരു മഠമായത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊരു ധാരണയില്ല. പിന്നെ സ്പെയിനിൽ പോയി കഴിഞ്ഞിട്ടാണ് കൂടുതൽ എന്താണ് നമ്മൾ ക്ലോയിസ്റ്റഡ് ലൈഫ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ദൈവാനുഭവത്തിലേക്കൊക്കെ വരാനൊക്കെ സാധിച്ചത്. ഈ ഒരു കോൺവെന്റിലേക്ക് വന്നത് എങ്ങനെ? അതായത് എൻ്റെ ഒരു കൂട്ടുകാരത്തി വഴിയാണ് ഞാൻ ഈ മഠത്തിലേക്ക് ചേരുന്നത്. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു താല്പര്യം തോന്നി സിസ്റ്റർ ആകാനായിട്ട്. പക്ഷേ അത് കൂടുതൽ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓൾറെഡി പോയി. പിന്നെ ഈ കൂട്ടുകാരത്തി ഇങ്ങനെ മഠത്തിൽ ചേർന്ന് വന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ഞാനും ഒന്ന് ചേർന്ന് നോക്കാം. പക്ഷേ ഇത് മിണ്ടാമഠമാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. പക്ഷെ നമ്മൾ ഫോർമേഷനിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് കൂടുതലും ദൈവത്തോടു കൂടി ആയിരിക്കുവാനും ആ ഒരു എന്താ പറയണ ആ ദൈവാനുഭവത്തിലേക്ക് വരുവാനുമായിട്ട് സാധിച്ചു. അങ്ങനെയാണ് കൂടുതലും ഈ മിണ്ടാമണത്തിൻ്റെ ഉള്ളിലെന്താണ് നടക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. സിസ്റ്ററെ, അപ്പോൾ മിണ്ടാമണത്തിന് ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് കുറച്ചൊന്ന് പറഞ്ഞു തരാമോ? അതായത് നിങ്ങളുടേതായ ഒരുപാട് റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്കിവിടെ ദിവ്യകാരണം എഴുന്നള്ളിച്ച് വെച്ച് ഞങ്ങൾ ഓരോരുത്തർ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പം അതിലൂടെ കൂടുതൽ ദൈവത്തിൻ്റെ ഇരിക്കുവാനും ദൈവം പറയുന്നത് ശ്രവിക്കുവാനുമൊക്കെ സാധിക്കുന്ന അഡോറേഷൻ്റെ സമയത്ത് ഒത്തിരി ദൈവാനുഭവത്തിലേക്കൊക്കെ വരുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. വേറെ ആക്ടിവിറ്റി ഞങ്ങൾക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അച്ഛന്മാരുടെ ഉടുപ്പ് തയ്ച്ച് കൊടുക്കുന്നതാണ്. അപ്പം ആ സമയത്തും ഞങ്ങൾ സൈലൻസിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. വർത്താനം പറയത്തില്ല. ഈ മിണ്ടാമടം എന്ന് പറയുമ്പോൾ തന്നെ വർത്താനം പറയാതെ ഇരിക്കുന്ന ഒരു സമൂഹത്താണ് ഞങ്ങളുടെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കാറില്ലേ ശരിക്കും? ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സമയമുണ്ട്. അതായത് റെക്രിയേഷൻ സമയം എന്നാണ് അതിന് പറയുന്നത്. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയമാണ്. പിന്നെ വൈകുന്നേരം 5 മണി തൊട്ട് 6 മണി വരെ, അതാണ് ഞങ്ങളുടെ റെക്രിയേഷൻ സമയം. ഇവിടെ ഈ മഠത്തിൽ ഇപ്പോൾ എത്ര പേരുണ്ട് ഞങ്ങൾ മലയാളികളായിട്ട് ഇവിടെ 6 പേരുണ്ട്. പിന്നെ സ്പെയിനിൽ കൂടുതൽ സിസ്റ്റർമാരുണ്ട്. സിസ്റ്റർ പറഞ്ഞത് സിസ്റ്ററാണ് ഏറ്റവും ഇളയ ആള് കുടുംബത്തിലെ. സിസ്റ്റർ ഇങ്ങനെ ഈ ഒരു മഠത്തിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെങ്ങനെയായിരുന്നു? ശരിക്ക് അപ്പച്ചന് അധികം താല്പര്യമില്ലായിരുന്നു. പിന്നീട് താല്പര്യപ്പെട്ടു. പിന്നെ അപ്പച്ചൻ ഇങ്ങനെ ഞാൻ ഏറ്റവും ഇളയതായതുകൊണ്ട് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകാനും അപ്പച്ചൻ്റെ കാര്യം നോക്കുവാനും ഒക്കെ അപ്പച്ചന് എന്നെയായിരുന്നു കൂടുതൽ താല്പര്യം. അത് ഇപ്പോഴും ചെല്ലുമ്പോൾ പറയും, വല്ലപ്പോഴും കാണുമ്പോഴൊക്കെ പറയും, മോള് നമ്മൾ 2 പേരും കൂടി കടപ്പുറത്ത് പോയത്, മീൻ പിടിക്കാനൊക്കെ പോയത്, അതൊക്കെ പറഞ്ഞു അപ്പച്ചൻ. അപ്പോൾ അമ്മയ്ക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു. അപ്പച്ചനായിരുന്നു കൂടുതൽ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ ആണോ അതോ ശരിക്കും ഇങ്ങനെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ +2 കഴിഞ്ഞ് പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് ചേർന്നത്. സിസ്റ്റർ 20 വർഷമായി സിസ്റ്റർ ഈ ഒരു മിണ്ടാമഠത്തിലായിരുന്നിട്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈദികനാണേലും ഒരു സിസ്റ്റർ ആണേലും ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള കുറേ കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, സിസ്റ്റർ ഇത്രയും കാലം ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു ബോറടി അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത പോലെ ഉണ്ടാവില്ലേ എന്നുള്ളത്. സിസ്റ്ററിന് എന്താ പറയാനുള്ളത്? എനിക്കത് ഒരു ബോറടി ആയിട്ട് തോന്നിയിട്ടില്ല ഇതുവരെങ്കിലും. കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന കൂടുതൽ ഒരു എൻജോയ്മെൻ്റാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഇത്രയും നാളും. കൂടുതൽ അനുഭവിക്കുവാൻ കൂടുതൽ തീഷ്ണതയോടെ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും സിസ്റ്ററിൻ്റെ ഇവിടുത്തെ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ദൈവവിളി ഞങ്ങൾക്കും ഇവിടെയുള്ള ഡൊമിനിക്കൻ സഭയ്ക്കും നമ്മുടെ കത്തോലിക്ക സഭയ്ക്കും മൊത്തത്തിലെല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും ഈ ക്രൂവിനൊക്കെ വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരുപാട് നന്ദി സിസ്റ്ററിനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ.
സിസ്റ്ററെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് സിസ്റ്റർ തെരേസ. ഞാൻ ഡൊമിനിക്കൻ ഓർഡറിൽ വന്നിട്ട് 20 വർഷത്തോളമായി. ഫോർമേഷൻ ഇവിടെ കുറച്ച് നാൾ ചെയ്തു, ബാക്കി കുറച്ച് നാൾ സ്പെയിനിൽ, പിന്നെ ഞാൻ തിരിച്ചു വന്ന് ഇവിടെ തന്നെയാണ്. വീട്ടിൽ ആരൊക്കെയാണ്? എൻ്റെ വീട് ആലപ്പുഴയിൽ പുന്നപ്പുറ എന്ന സ്ഥലത്ത്. എനിക്ക് അപ്പച്ചൻ, 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക്, എങ്ങനെയാണ് ഇവിടെ അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു വിളി തിരിച്ചറിഞ്ഞതെന്നൊന്ന് പറയാമോ? അതായത് എനിക്ക് ചെറുപ്പം മുതലേ സിസ്റ്റർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ എനിക്ക് ഒത്തിരി വിശുദ്ധ കൊച്ചുത്രേസ്യേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കൊച്ചുത്രേസ്യ ഒരു മിണ്ടാമടത്തിലാണെന്നോ ഒന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചെറുപ്പം മുതൽ ഒത്തിരി താല്പര്യമാണ് സിസ്റ്റർ ആവണം. അപ്പോൾ എൻ്റെ ജ്ഞാനസ്നാന നാമം കൊച്ചുത്രേസ്യ എന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, പിന്നെ എൻ്റെ ഇടവപ്പള്ളിയും കൊച്ചുത്രേസ്യയുടെ നാമധേയത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് കൊച്ചുത്രേസ്യയുടെ ഒരു ബുക്കാണ് വായിച്ചതെന്ന് പറയുന്നത്. എന്തോ അറിയത്തില്ല, എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു സിസ്റ്റർ ആവണം. പിന്നീട് എൻ്റെ ചേച്ചിക്കും ഞങ്ങൾ രണ്ടുപേർക്കും താല്പര്യമായിരുന്നു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും വളർന്ന് പകുതി ആയപ്പോഴത്തേനും ആഗ്രഹം രണ്ടുപേരുടെയും അങ്ങ് ഉണ്ടായിരുന്നു, അകത്ത് വേണം. പിന്നീട് അപ്പോൾ വീട്ടിൽ സമ്മതമായിരുന്നു. പക്ഷെ പറയുമായിരുന്നു രണ്ടുപേരെയും വിടത്തില്ല, ഒരാൾ മാത്രമേ വിടത്തുള്ളൂ. പിന്നീട് ഞാൻ പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു അച്ഛൻ വഴിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് അച്ഛൻ. അപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ വീട് അർത്തിങ്കലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ പോയപ്പോഴത്തേനും അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിലിങ്ങനെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനിങ്ങനെ ഈ സഭേനെ പറ്റി പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ, ഒന്നും വിവരിച്ചില്ല. അച്ഛൻ പറഞ്ഞു, നീ പോയി നോക്കുക, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ നിൽക്കുക, അല്ലെങ്കിൽ തിരിച്ചു വരിക, എന്നിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളിടത്ത് വിടാം എന്നുള്ള രൂപത്തിൽ. അങ്ങനെ ഞാൻ വീട്ടിൽ സമ്മതിച്ചു, വീട്ടിൽ പറഞ്ഞു, തിരിച്ച് കോൺവെന്റിലേക്ക് വന്നു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ. അപ്പോൾ അതിപ്പോൾ ഞാൻ അറിഞ്ഞില്ല, മിണ്ടാമടാണെന്ന് അറിഞ്ഞിട്ടല്ല വന്നത്. ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛനിങ്ങനെ പറഞ്ഞോളൂ, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എനിക്കും താല്പര്യം. അപ്പം വന്ന് കണ്ട ഉടനെ തന്നെ എനിക്ക് ഇവരെ കണ്ടത് ഈ ഹാബിറ്റ് ഒത്തിരിയേറെ ആകർഷിച്ചു. അതിലേറെ ജപമാല എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചു. ചെറുപ്പം മുതലേ ഞങ്ങളെ കുടുംബത്തിൽ ഒത്തിരി പ്രാർത്ഥനയിലാണ് വളർത്തിയിരുന്നത്. അമ്മച്ചി ഭയങ്കര പ്രാർത്ഥന സപ്പോർട്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോകാൻ തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജപമാലയൊക്കെ എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ വീട്ടിൽ ചൊല്ലുന്നത് കാരണം എനിക്ക് ആ ജപമാലയോട് ഒത്തിരി ആഗ്രഹമായിരുന്നു. ഹാബിറ്റ് തന്നെ ഒത്തിരിയേറെ ആകർഷിച്ചു. അതിൽ കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഇത് മിണ്ടാമടമാണ്. പക്ഷേങ്കിൽ എനിക്കൊരു ഒന്നും തോന്നിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് മിണ്ടാമടം എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര സൈലൻസ് എപ്പോഴും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര വായാടിയാണ്, ഇങ്ങനെ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിട്ട് എന്താ ഇവരിപ്പോൾ മഠത്തിലൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ എനിക്കിങ്ങനെ എനിക്ക് സിസ്റ്റേഴ്സിനെയോ അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഇടവകയിൽ അങ്ങനെ സിസ്റ്റർമാരൊന്നും ഉണ്ടായില്ല, ഒരു മഠം അറിയത്തില്ല അങ്ങനെ ഒരു. പക്ഷെ എനിക്ക് സിസ്റ്റർമാർ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കെന്തോ അറിയില്ല, എന്താ വെച്ചാൽ ഉദ്ദേശിച്ചാൽ അവർക്ക് എന്തോ പ്രത്യേകതയുണ്ട്, സിസ്റ്റർമാർക്ക് എന്തോ പ്രത്യേകത, എന്തുകൊണ്ട് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് മാത്രം എനിക്കറിയാം. അപ്പോൾ ഞാൻ ആ സിസ്റ്ററോടത്ത് ചോദിച്ച്, അപ്പോൾ ഈ ഫോർമേഷനിൽ ബാക്കി കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചാൽ എന്താ ഇവരിങ്ങനെ ഭയങ്കര നിശബ്ദതയാണല്ലോ, ഇത് എനിക്ക് പറ്റണില്ല, എന്താ കാര്യം എന്ന് ചോദിച്ചാൽ സിസ്റ്റർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന്, ഇത് മിണ്ടാമടമാണ്. അപ്പോൾ നിശബ്ദത മാത്രമേ എനിക്ക് ഒരു ഇതായിട്ട് വന്നുള്ളൂ. അപ്പം അതിൽ കഴിയപ്പോൾ ഞാൻ വലിയ ഇതൊന്നും തോന്നിയില്ല, എനിക്ക് താല്പര്യം തന്നെയാണ് തോന്നി. ജപമാലയൊക്കെ ചൊല്ലണത്, പ്രാർത്ഥനയൊക്കെ ചൊല്ലണത് ഒക്കെ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം സന്തോഷത്തോടെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവസാനം അപ്പോൾ എനിക്കറിയായിരുന്നു ഇത് മിണ്ടാമടാണെങ്കിലും ഒരിക്കലും അനുവദിക്കത്തില്ല എന്നറിയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇത് മിണ്ടാമടമാണ്. അപ്പോൾ ഒരു പൊട്ടിത്തെറിയും ബഹളമായിരുന്നു അവിടെ. അപ്പോൾ കൂടുതൽ അപ്പച്ചനാണ്. അപ്പച്ചന് ഞാൻ ഇളയ മോളായത് കാരണം അപ്പച്ചൻ്റെ വലങ്കൈ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പച്ചന് മിണ്ടാമടമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിൽ കൂടുതൽ എൻ്റെ കസിൻസ് ഒക്കെ മിണ്ടാമടമാണെങ്കിൽ തീർന്നു, ഇനി ഒരിക്കലും ഞങ്ങൾ വീട്ടുകാരായിട്ട് സംസാരിക്കത്തില്ല. അതാണ് ഒത്തിരി ഫോഴ്സ്, ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു സമയമായിരുന്നു. എന്ത് ചെയ്യണം, ഞാൻ ഇനിയിപ്പോൾ അവരുടെ ആഗ്രഹത്തിന് നിൽക്കണോ, അവർ പറയണോടത്ത് പോകണോ, ഇനിയിപ്പോൾ അതല്ല, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടിലൂടെയായിരുന്നു. പിന്നീട് ഞാൻ ഞാൻ തന്നെ കുറച്ച് തീരുമാനം എടുത്തില്ല, ഞാൻ പോകുമെങ്കിൽ ഇവിടെ മാത്രമേ പോകത്തുള്ളൂ എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. എൻ്റെ പേരൻസിനോടാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല, ഓരോരുത്തർ ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങളുമായിട്ട് വരിക. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുമെങ്കിൽ ഇവിടെ തന്നെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം പേരൻസിന് മനസ്സിലായി.
ഇത് വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോഴത്തേന് പോയിക്കോളാൻ പറഞ്ഞു. അപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു, മോള് പോയിക്കോ, മോൾക്ക് എന്ന് ആ ജീവിതത്തിൽ സന്തോഷം ഇല്ല എന്ന് തോന്നുന്നു അപ്പം പോനോന്ന് പറഞ്ഞു. പിന്നെ കണ്ടിന്യൂ ചെയ്യരുത്, പിന്നെ സഹിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കരുത്, അപ്പം പോനോ. അപ്പം തീർച്ചയായിട്ടും അത്രയേ ഉള്ളെന്നും പറഞ്ഞ് ഞാൻ പോന്നു. ഞാനിവിടെ വന്നിട്ടും എനിക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് തന്നെ നിശബ്ദത തന്നെയാണ്. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിശബ്ദതയാണ്. നിശബ്ദതയിൽ ഒത്തിരി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, ഈശോയോട് കൂടെ ആയിരിക്കാൻ സാധിക്കും. ഒത്തിരി നിശബ്ദത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് ലോകത്ത് പറ്റാത്തൊരു കാര്യമാണ്. അപ്പം നമുക്ക് കൂടുതലും ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം എന്തെങ്കിലും ഒരു ഫീസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ ബഹളമാണ്. എന്നുവെച്ചാൽ മറ്റവന്നവർ അറ്റൻഡ് ചെയ്യണം, ഇപ്പം കുർബാന എല്ലാ കാര്യങ്ങൾക്കും. അന്നൊക്കെ അപ്പം നമുക്കൊരു ഡിസ്റ്റർബൻസ് നമുക്ക് തോന്നാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നാറുണ്ട്. കൂടുതൽ നിശബ്ദതയിലായിരിക്കും. അപ്പം ഈശോയോട് കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി നിശബ്ദത നമുക്ക് ഏറ്റവും അനിവാര്യമാണ്, കൂടുതൽ സഹായിക്കുകയും ചെയ്യും. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം സന്തോഷവതിയാണ്. ഇപ്പം ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ജീവിതവും ഇത്, ആരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈശോയുടെ കൂടെ ആയിരിക്കാം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഒരു ഉറപ്പോടു കൂടിയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് സന്തോഷവതിയാണ് എൻ്റെ ലൈഫിൽ. പുറത്തുള്ളവർ മിണ്ടാമളന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു ജയിലാണ് എന്നുള്ളൊരു ഇതാണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ജീവിച്ചാൽ മാത്രമേ അതറിയാൻ പറ്റുള്ളൂ, എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഗ്രില്ലുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള മേശയുണ്ട്, അതുകൊണ്ട് ഒരു സെപ്പറേഷൻ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് പാർലറിൽ. അപ്പോൾ അത് കാണിക്കുക വെച്ചാൽ നമ്മൾ ലോകത്തോടുള്ള ലോകത്തിൽ നിന്ന് മാറി ജീവിക്കുന്നു എന്നുള്ളൊരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാണ്ട് നമ്മൾ ജയിലിൽ പോലെ അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നീട് കൂടുതൽ നിശബ്ദതയിലായിരിക്കും. അത് ഈശോയെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈശോ പറയണത് കേൾക്കണമെങ്കിൽ നമ്മൾ നിശബ്ദതയിലായിരിക്കണം, എങ്കിൽ മാത്രമേ അത് ശ്രവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ലൈഫിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് പേഴ്സണൽ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ എല്ലാത്തിലും പ്രാർത്ഥനാ ചൈതന്യമാണ് നമുക്ക് ഈ കോൺവെൻറ്റിൽ മൊത്തം അനുഭവപ്പെടാൻ സാധിക്കുന്നത്. പുറത്തായാലും നമുക്ക് നിശബ്ദതയായത് കാരണം ഒരു പ്രാർത്ഥനാരൂപിയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ ഫോർമേഷനിലൂടെ ജീവിതകാലം മൊത്തം ഫോർമേഷനാണല്ലോ. അപ്പോൾ അതിലൂടെ നമുക്കെല്ലാം മനസ്സിലാകും എന്താണ് ലൈഫ് എന്ന് പറയും. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് വന്ന് കാണുക, എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവർ പറയണേക്കാളും വന്ന് അവരോടൊപ്പം താമസിച്ച് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്തുവാണ് ഇതിൻ്റെ ഉള്ളിലെ ലൈഫ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് വെച്ചാൽ 24 മണിക്കൂറും പ്രാർത്ഥന എന്നല്ല, നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ടൈം ടേബിൾ ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകണം. വർക്കുണ്ട്, അതിൻ്റെ കോമൺ പ്രെയർ ഉണ്ട്, പേഴ്സണൽ പ്രെയർ ഉണ്ട്, സ്പിരിച്വൽ റീഡിംഗ് ഉണ്ട്, റിക്രിയേഷൻ ടൈമുണ്ട്, കളിയൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് ജീവിച്ചാൽ മാത്രമേ ലൈഫ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈശോയോട് കൂടെ ആയിരിക്കുക എന്നതാണ് ഈ മിണ്ടാമളത്തിലെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതായത് എനിക്ക് വളരെ ഉള്ളിലൊരു ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരു ഷെയറിങ് കേട്ടിരുന്നതിന്. അതായത് ചെറുപ്പത്തിലെ കൊച്ചു ത്രേസ്യയോടുള്ള ജസ്റ്റ് ഒരു അട്രാക്ഷൻ്റെ പുറത്താണ് സിസ്റ്റർ ആവണമെന്നുള്ളൊരു ആഗ്രഹം ഉദിക്കുന്നത്. പിന്നെ അടിച്ചു പൊളിച്ച് നടന്നിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് നിശബ്ദതയെ സ്നേഹിച്ച് ഈശോയെ പ്രണയിക്കുന്ന ഒരു കന്യകയായിട്ട് മാറുന്നു. അതായത് പ്രത്യേകിച്ച് സിസ്റ്റർ ഏറ്റവും അധികം പറഞ്ഞിരുന്ന ഒരു വാക്കാണ് നിശബ്ദത. അതായത് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി. സിസ്റ്ററെ താങ്ക്സ് അലോട്ട്.